മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ നിങ്ങൾക്ക് അസൂയ തോന്നുന്നുണ്ടോ? എങ്കിൽ അസൂയയുടെ ജ്വാലകളാൽ ചുറ്റപ്പെട്ട തേളിനെപ്പോലെ ഉയർന്നു വന്ന് വിഷമുള്ള കുത്തുകുത്തും. കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഇന്നലത്തെ ഒരു സങ്കടം കേട്ടപ്പോൾ ഓർമ്മ വന്നതാണിത്. ചെന്നിത്തലയുടെ ആ മൊഴിയൊന്ന് കേൾക്കൂ. അടുത്ത ക്ലാസ്സിലേക്ക് ജയിച്ചോ ഇല്ലയോ എന്നറിയാതെയാണ് പാഠപുസ്തകം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി 9ാം ക്ലാസ്സിലേക്ക് ജയിച്ചെന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ. അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ശിവൻകുട്ടിയാണോ തീരുമാനിക്കുന്നത്? പരീക്ഷ പേപ്പർ നോക്കണ്ടേ അവരെ? 10ലെ കുട്ടി ജയിച്ചല്ല 11 പോകാൻ പറ്റുമോ? അവർക്ക് 10ലെ പുസ്തകം കൊടുത്തിട്ട് കാര്യമുണ്ടോ? എന്തെല്ലാം തുഗ്ലക്ക് പരിഷ്കാരങ്ങൾ ഇനി വെച്ചാൽ ആളുകളെ ബോധ്യപ്പെടുത്താണ്. ഞങ്ങൾ പുസ്തകം നേരത്തെ അടിച്ചെന്ന്. പുസ്തകം ടെക്സ്റ്റ് ബുക്ക് പ്രിന്റ് നമ്മുടെ തൃക്കാക്കര ഒരു പ്രസ്തുണ്ട്, അവിടെ അടിക്കുന്നതാണ്. അതെന്തോ വലിയ ഭരണ നേട്ടമാണോ? കേരളത്തിൽ നേരത്തെ പുസ്തകം കൊടുത്തിട്ടില്ലേ? ആദ്യമായിട്ടാണ് പുസ്തകം കൊടുത്തത്. പണ്ടൊക്കെ എഴുത്തോലയിലായിരുന്നു കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത്. പാഠപുസ്തകം നേരത്തെ നൽകുന്നത് തുഗ്ലക്ക് പരിഷ്കാരമാണത്രേ. ഇത് കേട്ട് കുറേ കുട്ടികൾ ചിരിച്ച് മണ്ണുകുപ്പി. ചിലർക്ക് കിളിപോയി. ഇങ്ങർക്കിത് എന്ത് പറ്റിയെന്ന് പരസ്പരം ചോദിച്ച് മൂക്കത്ത് വിരൽ വെച്ചവരുണ്ട്. കാരണം ഇതാണ് കേട്ടോ. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകം തിരുവനന്തപുരം പട്ടം സെൻറ് മേരീസ് സ്കൂളിലെ ചടങ്ങിൽ നമ്മുടെ കുട്ടികൾ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത് കണ്ടാൽ ചെന്നിത്തലയ്ക്ക് സഹിക്കുമോ? പാഠപുസ്തകം മാത്രമല്ല, അടുത്ത അധ്യയന വർഷത്തേക്കുള്ള യൂണിഫോം തുണിയുടെ വിതരണവും മുഖ്യമന്ത്രി ആ ചടങ്ങിൽ നിർവഹിച്ചു. ഇതെല്ലാം കണ്ടപ്പോൾ പാവം ചെന്നിത്തല ആ സുന്ദര സുരഭില കാലം ഓർത്തുപോയതാകും. ഏതാണ് ആ കാലം? 2011, 2016 കാലം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, ചെന്നിത്തല ആഭ്യന്തരമന്ത്രി, PK അബ്ദുറബ്ബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഇനി പ്രതിപക്ഷ നേതാവ്, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത് കേൾക്കൂ. സമയത്ത് പുസ്തകം കൊടുക്കുന്ന നല്ല കാര്യം. അതൊന്നുമല്ല, പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യട്ടെ. ഒരു പ്രാവശ്യമൊക്കെ ആണ് UDF ഭരണകാലത്ത് പാഠപുസ്തകത്തിൻ്റെ ഒരു ഡിലേ വന്നത്. നമുക്ക് 2011-16 UDF ഭരണകാലത്തെ പാഠപുസ്തകത്തിൻ്റെ കഥ നോക്കാം. UDF സർക്കാരിൻ്റെ കാലത്ത് ഒരു അധ്യയന വർഷവും കൃത്യമായി പാഠപുസ്തകം വിതരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം. 2015-16 അധ്യയന വർഷം പാഠപുസ്തക വിതരണത്തിൽ രൂപപ്പെട്ട പ്രതിസന്ധി മാസങ്ങൾ നീണ്ടു. ജൂണിൽ ലഭിക്കേണ്ട പാഠപുസ്തകങ്ങൾ ആഗസ്റ്റിലും ലഭിച്ചില്ല. 2015 ഓണപ്പരീക്ഷ തന്നെ മാറ്റി. ഓണം കഴിഞ്ഞാണ് പരീക്ഷ തന്നെ നടത്തിയത്. എന്നാൽ ഓണം നേരത്തെ എത്തിയെന്ന വിചിത്രവാദമാണ് അന്ന് മന്ത്രിയായിരുന്ന അബ്ദുറബ്ബ് ഉയർത്തിയത്. ശരിക്കും നമ്മളെല്ലാം മൂക്കത്ത് വിരൽ വെച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും പാഠപുസ്തകത്തിൻ്റെ PDF ഡൗൺലോഡ് ചെയ്തും ഫോട്ടോസ്റ്റാറ്റ് എടുത്തുമാണ് അന്ന് പഠിച്ചതും പരീക്ഷ എഴുതിയതും. അക്കാലത്തെ വിദ്യാഭ്യാസ രംഗത്തെ EGN തൊഴുത്തെന്ന് വിശേഷിപ്പിച്ച് മുഖപ്രസംഗം എഴുതിയത് കോൺഗ്രസ് മുഖപത്രം ഭീഷണമാണ്. സതീശനും ചെന്നിത്തലയും അത് മറന്നാലും ജനങ്ങൾ മറക്കില്ല. കാക്കനാടുള്ള KPBS ഗവൺമെൻറ് പ്രസ്സിൽ പാഠപുസ്തകം അച്ചടി കുഴപ്പമാണെന്ന് വ്യാഖ്യാനിച്ച് സ്വകാര്യ പ്രസ്സിന് കരാർ കൈമാറി കോടികൾ തട്ടാനുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗമായിരുന്നു അന്ന് പാഠപുസ്തകം വൈകിയത്. ഏതായാലും ജൂൺ 1-ാം തീയതിയോടുകൂടി മിക്കവാറും പുസ്തകങ്ങൾ മുഴുവൻ കൊടുക്കാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. ബാക്കി 30 ലക്ഷം പുസ്തകങ്ങൾ ജൂലൈ 20-നകം പൂർത്തീകരിച്ച് സ്കൂളുകളിൽ എത്തിക്കാൻ കഴിയും എന്നാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് പല രാജ്യങ്ങളിലും പുസ്തകങ്ങളില്ല. കുട്ടികളെല്ലാം തന്നെ ടാബ്ലറ്റ്സുമായി ക്ലാസ്സുകളിൽ വരുന്ന ഒരു സ്ഥിതിയാണ്. അതിലേക്ക് നമ്മുടെ സംസ്ഥാനവും പോകണം. അധികം താമസിയാതെ നമുക്കതിലേക്ക് പോകേണ്ടി വരും. എൻ്റെ പേര് TP അഷ്റഫ് അലി, MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. 21 ലക്ഷത്തോളം പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാനുള്ളൂ എന്ന് പറയുന്നത് ഒരു വലിയ ബാധകമല്ലെങ്കിലും അതിൽ വന്നിട്ടുള്ള വീഴ്ചകൾ ഏതെല്ലാം വകുപ്പുകളുടെ ഏകോപനങ്ങളുടെ കുറവുകൾ കൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുകയും കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയും വേണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ കച്ചവടം വിവാദമായി. ഒടുവിൽ ഉമ്മൻചാണ്ടിക്ക് അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നു. എന്നാൽ LDF അധികാരത്തിൽ വന്നതോടെ ആ കഥ ആകെ മാറി. പുസ്തകം കൃത്യമായി വിതരണം ചെയ്തു തുടങ്ങി. ഈ അധ്യയന വർഷം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കഴിഞ്ഞ അധ്യയന വർഷം തന്നെ മുഖ്യമന്ത്രി പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തു. ഇപ്പോഴിതാ അടുത്ത അധ്യയന വർഷത്തേക്ക് എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾക്കുള്ള പാഠപുസ്തകങ്ങൾ 3 മാസം മുമ്പേ വിതരണം ചെയ്തിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പാഠപുസ്തകം 3 മാസം മുമ്പ് വിതരണം ചെയ്യുന്നത്.
മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ സ്കൂൾ തുറന്നതിന് ശേഷമാണ് ഈ പാഠപുസ്തകങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടി തുടങ്ങിയത്. അപ്പോൾ തന്നെ നമുക്ക് സ്കൂൾ തുറക്കും, പിന്നെ പഠിക്കാനുള്ള നേരത്തെ നോക്കി വെക്കാനുള്ള സമയമൊന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പാഠപുസ്തകം നമുക്ക് നേരത്തെ കിട്ടുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവർക്ക് സിലബസിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ പറ്റും. നേരത്തെ കിട്ടുമ്പം നേരത്തെ എക്സാം 10ാം ക്ലാസ് ഒക്കെ ഉള്ളവർക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. നേരത്തെ സിലബസിനെ പറ്റിയൊക്കെ അറിയാം. നല്ല ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണത്. വളരെ നല്ലതാണ്. നമുക്ക് ഈ പാഠപുസ്തകങ്ങൾ നേരത്തെ കിട്ടുമ്പോൾ നമുക്ക് എല്ലാ വർഷങ്ങളിലെക്കാട്ടിയും കൂടുതൽ നേരത്തെ പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് അപ്പോഴേ നേരത്തെ തുടങ്ങും. അപ്പൊ അത് കാരണം നമുക്ക് നമ്മളുടെ ഈ ത്രൂ ഔട്ട് ഇയർ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പഠിച്ച് നമുക്ക് നല്ലൊരു മാർക്ക് കിട്ടാനുള്ള നല്ല രീതിയിൽ സഹായിക്കും. ഇത് മാത്രമാണോ? UDF ഭരണകാലത്ത് എന്തൊക്കെയാണ് നടന്നത്? SSLC പരീക്ഷാഫലം തന്നെ അട്ടിമറിച്ചു അക്കാലത്ത്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഇതേക്കുറിച്ച് പറയുന്നത് കേൾക്കൂ. കാരണം ഈ പ്രാവശ്യം ഉണ്ടായതുപോലുള്ള ചെറിയ തോതിലുള്ള അപാകതകൾ എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് പുറത്തറിയാറില്ല, ആരും അറിയാറില്ല. അത് അങ്ങനെ അങ്ങ് പോവും. ഗ്രേസ് മാർക്ക് ചേർക്കാത്തത് പിന്നെ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് കൊടുക്കുമ്പോൾ അത് ചേർക്കും. വല്ലതും വിട്ടുപോയ പിന്നെ പരീക്ഷ വാല്യുവേഷൻ ഹാളിൽ നിന്ന് വല്ലതും വിട്ടുപോയതിനെങ്കിൽ അത് രണ്ടാമത് ചേർക്കും. അങ്ങനെ ഈ പെർസെൻറ്റേജിൽ മാറ്റം വന്നു അല്ലെങ്കിൽ റിസൾട്ട് മാറ്റം വന്നു എന്നുള്ളത് ഒരു പൊതുശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വിഷയമായിരുന്നില്ല. ഈ പ്രാവശ്യം ഒരു കാര്യം പറ്റിയത് എന്താണെന്ന് വിചാരിച്ചാൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ് നമ്മൾ പരീക്ഷാ ഭവനിലുണ്ടായിരുന്നത്. അവരെല്ലാവരും അവരിൽ മിക്ക പ്രധാനപ്പെട്ട റോളുകൾ വഹിച്ചിരുന്ന ആളുകളെല്ലാം തന്നെ പ്രൊമോഷനായിട്ടും ഡെപ്യൂട്ടേഷൻ തീർന്നിട്ടുമൊക്കെ അവർ മാറിപ്പോയി. പുതിയ ആളുകളാണ് വന്നത്. അതിൻ്റെ ഒരു പരിചയക്കുറവ് അവിടെ സ്വാഭാവികമായും ഉണ്ടായി. രണ്ടാമത്തത് ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിരുന്ന സോഫ്റ്റ്വെയറിന് പകരം NIC ഒരു പുതിയ സോഫ്റ്റ്വെയറാണ് പരീക്ഷിച്ചത്. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കുഴപ്പം കൊണ്ടല്ല, അത് ഹാൻഡിൽ ചെയ്യുന്നതിൽ വന്ന അപാകതകൾ കൊണ്ട് അങ്ങനെ വന്നു. വാല്യുവേഷൻ കേന്ദ്രങ്ങളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞാൽ അന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് അപ്ലോഡ് ചെയ്യണം. അത് ഡാറ്റ എൻട്രി ഈ പ്രകാരം ചെയ്ത് അറിയിക്കണം. അതിൽ പല പരീക്ഷാ കേന്ദ്രങ്ങളിലും അലംഭാവം ഉണ്ടായി. നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെയും കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മാർക്കുകൾ അയച്ചു കൊടുത്ത എത്രയോ സെൻറ്ററുകളുണ്ട്. പിന്നെ ഗ്രേസ് മാർക്ക് എൻട്രി ചെയ്യുന്നതിൽ അപാകതകൾ വന്നു. ചിലർ പെർസെൻറ്റേജ് ആഡ് ചെയ്തു, ചിലർ മാർക്ക് ആഡ് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇത് പല ഭാഗത്തു നിന്ന് വന്ന പല ഫാക്ടേഴ്സ് കൂടിയിട്ടാണ് ഒരു പ്രശ്നമാകുന്നത്. സംഗതി പിടികിട്ടിയോ? കേരള ചരിത്രത്തിൽ ആദ്യമായി SSLC പരീക്ഷാഫലം അട്ടിമറിക്കപ്പെട്ടതിനെക്കുറിച്ചാണ്. അതൊന്നും അത്ര വലിയ ഇഷ്യൂ ആക്കണ്ട എന്ന് അബ്ദുറബ്ബിൻ്റെ മൊഴി. 5 ലക്ഷം കുട്ടികളുടെ അവരുടെ രക്ഷിതാക്കളുടെ ഭാവി സ്വപ്നമാണ് അന്ന് റബ്ബും കൂട്ടരും തകർത്തത്. അമിത വേഗത്തിൽ ഫലം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചപ്പോൾ കുട്ടികളുടെ മാർക്ക് മാറി. ഗ്രേസ് മാർക്ക് പലർക്കും നൽകിയില്ല. കിട്ടിയതാകട്ടെ ചിലർക്ക് ശതമാനം, ചിലർക്ക് മാർക്ക്. ഉന്നത പഠനത്തിന് യോഗ്യരായ ചിലരുടെ സർട്ടിഫിക്കറ്റിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നായി. പരീക്ഷ എഴുതാത്ത കുട്ടികൾക്ക് ദാനമായി മാർക്ക് നൽകി. വളരെ രഹസ്യമായിരിക്കേണ്ട പരീക്ഷാഫലം സംബന്ധിച്ച പാസ്വേഡ് പരസ്യമാക്കി. അങ്ങനെ സർവത്ര കുഴപ്പമായതോടെ ഫലപ്രഖ്യാപനവും വൈകി. അതോടെ +1 പ്രവേശനവും വൈകി. അക്കാലത്ത് കുത്തഴിഞ്ഞ വിദ്യാഭ്യാസമെന്ന് ഒരു ചാനൽ അന്വേഷണ പരമ്പര തന്നെ നൽകി. എന്നാൽ എല്ലാം സോഫ്റ്റ്വെയറിൽ ചാരിയും അട്ടിമറിയെന്ന് പറഞ്ഞും രക്ഷപ്പെടാനാണ് അബ്ദുറബ്ബും മറ്റും ശ്രമിച്ചത്. പക്ഷേ എല്ലാം മനഃപൂർവ്വം വരുത്തി വെച്ചതാണെന്ന് UDF അധ്യാപക സംഘടനാ നേതാക്കൾ തന്നെ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ ഭരണകാലത്ത് പാഠപുസ്തകം കൃത്യമായി നൽകാതെ വിദ്യാർത്ഥികളെ വലച്ച, SSLC പരീക്ഷാഫലം കൃത്യമായി പ്രഖ്യാപിക്കാതെ വിദ്യാർത്ഥികളെ വലച്ച ഒരു സർക്കാരിൻ്റെ ഭാഗമായിരുന്ന അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അന്ന് UDFൻ്റെ യുവതുർക്കിയായിരുന്ന VD സതീശനും ഇപ്പോൾ 3 മാസം മുമ്പേ നമ്മുടെ കുട്ടികളുടെ കയ്യിൽ പാഠപുസ്തകം എത്തിച്ചതിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഇത് ജനങ്ങൾ കാണുന്നുണ്ട്. അവർക്കുള്ള മറുപടി ജനങ്ങൾ കൃത്യമായി നൽകുക തന്നെ ചെയ്യും.